തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്ന മഗ്ന തന്നെയല്ലേ? എവിടെ എന്ത് ചെയ്യാ? ഞാനിപ്പോ അനസ്തീഷ്യ ടെക്നീഷ്യൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് രാഷ്ട്രീയ ബാക്കപ്പ് ഉണ്ടോ? ഉണ്ട്. ഞാന് നമ്മുടെ യൂണിറ്റിൽ തന്നെ ഡിവൈഎഫ്ഐയിലെ മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ് മേഖലയിലെ. പിന്നെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആണ്, CPMന്റെ ബ്രാഞ്ച് മെമ്പറാണ്. പെട്ടെന്ന് തീരുമാനിച്ചാണോ സ്ഥാനാർത്ഥിത്വം? പെട്ടെന്ന് തീരുമാനിച്ചാണ്. ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ഞാനാണ് നിൽക്കുന്നതെന്ന്. ആര് പറഞ്ഞു? വലിയ ചേട്ടന്മാരും മാമന്മാരൊക്കെ വിളിച്ചു പറഞ്ഞു, DC-യിലുള്ള ആളൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അപ്പൊ അങ്ങ് നിക്കാന്ന് തീരുമാനിച്ചു. എല്ലാരും സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് നിക്കാം, നമുക്ക് ജയിക്കാം എന്നുള്ള ഒരു ഉറപ്പിലങ്ങ് നിന്നു. എത്രത്തോളം വിജയ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ നിൽക്കുന്നത്? അങ്ങനെ ചോദിച്ചാല് ഒരു 70-90% ജയിക്കും. എല്ലാരും ഭയങ്കര മോട്ടിവേഷനായിരുന്നു. മോട്ടിവേഷനാണ്. ഇന്നലെ അറിഞ്ഞപ്പോ തന്നെ എല്ലാരും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാരും സന്തോഷത്തിലാണ്. നീ അല്ലേ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ജയിക്കണം, നമുക്ക് ഈ വാർഡ് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഇതിൽ എല്ലാരും നിൽപ്പുണ്ട്. കഴിഞ്ഞ തവണ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനായിരുന്നു ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. ഞാനിപ്പോഴാണ് അറിഞ്ഞത് ഞാനാണ് ഇപ്പൊ ഇതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളായിട്ട് നിൽക്കുന്നതെന്ന്. സഖാവ് ആര്യെ പോലെ ആകുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. മറ്റ് മേഖലകളിൽ ഏതൊക്കെയുണ്ട്? പാട്ടൊക്കെ പാടുവോ? ഇല്ല, അങ്ങനത്തെ കലാപരിപാടികളൊന്നും ഇല്ല. പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതാണ് മേഘ്ന വാർഡ് തിരിച്ചുപിടിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ്. ഇത്തവണ തിരിച്ചുപിടിക്കും എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.